പകൽക്കാലം നമ്മുടെ കുറവുകൾ അവന്റെ സന്നിധിയിൽ ഒന്നേറ്റു പറയാം. ഈ പകൽക്കാലം നമുക്ക് അവന്റെ മുഖമൊന്ന് അന്വേഷിക്കാം. ആ പരിശുദ്ധാത്മാവിന്റെ സ്പർശനത്തിന് നമ്മളെ ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് വിട്ടുകൊടുക്കാം. നമ്മൾ ഒത്തിരി കഥ പറയുന്നവരല്ലേ, ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരല്ലേ. ഈ പകൽ അതൊക്കെ മാറ്റിവെച്ചിട്ട് നീ ദൈവത്തിന്റെ ആത്മാവുമായിട്ടുള്ള ഒരു പിടി നടക്കുമ്പോൾ, ഒരു വടംവലി നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ കുശവന്റെ കയ്യിലിരുന്ന പാത്രം ചീത്തയായി പോയി. പക്ഷെ കുശവൻ പറയുകയാണ്, ഞാൻ ഈ പാത്രം കളയത്തില്ല, ഇതിനെ എനിക്ക് ബോധിച്ച മറ്റൊരു പാത്രമാക്കി തീർക്കുമെന്ന് പറഞ്ഞെങ്കിൽ കളയാൻ മനസ്സില്ല, പണിയാൻ മനസ്സുള്ള ഒരു കുശവനാണ് നമ്മുടെ കർത്താവ്. അവന് നിന്നെ പണിയാൻ ആഗ്രഹമുണ്ട്, അവന് നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്, അവന് നിന്റെ തലയെ ഉയർത്തുവാൻ ആഗ്രഹമുണ്ട്, അവൻ നിന്നെ കരുത്തനായി നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ ഈ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ, ഒരു പണിക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നിനക്ക് കഴിയുമോ? ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹമോർത്ത് അവന്റെ കരങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ എല്ലാവരും കണ്ണുകളെ ഒരു നിമിഷം അടച്ചാട്ട്. അരുമനാഥനായ ദൈവം തന്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ ചോദിച്ച ചോദ്യമുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും തന്റെ കരത്തിൽ നിന്ന് പ്രാപിച്ചവർ തന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഭവിച്ചപ്പോൾ യേശു കർത്താവിന്റെ സന്നിധിയിൽ നിന്നും അകന്നു മാറുന്നത് കണ്ടിട്ട് തമ്പുരാൻ തന്റെ കൂടെ നടന്ന ശിഷ്യന്മാരോട് ചോദിച്ചു, ഒരിക്കൽ നിങ്ങൾക്കും എന്നെ വിട്ടുപോകുവാൻ മനസ്സുണ്ടോ? എന്റെ കൈവപ്പിനാൽ സൗഖ്യവും എന്റെ കൈവപ്പിനാൽ വിടുതലും. രാത്രികാലം മുഴുവനും പ്രാർത്ഥിച്ച് പാദപീഠത്തിങ്കിൽ ഇരുന്ന് പ്രാപിച്ച അഭിഷേകത്തിന്റെ കരുത്തിനാൽ എന്റെ ജീവൻ പോലും നഷ്ടപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് നൽകുന്ന വിടുതലുമൊക്കെ അനുഭവിച്ചിട്ട് അകന്നകന്നു പോകുന്ന ഒരു കൂട്ടം മനുഷ്യരെ കണ്ടിട്ട് യേശു കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾക്കും എന്നെ വിട്ടുപോകുവാൻ മനസ്സുണ്ടോ? ഒരുവൻ അതിന് മറുപടി പ്രകാരം പറഞ്ഞു, നാം വായിക്കുന്നു, കർത്താവേ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകാൻ? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്ന സ്നേഹത്തിന്റെ ആഴമാണ് പ്രവാചകന്മാരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു ചോദിക്കുന്നു, അവിശ്വസ്തരായ എന്റെ മക്കളെ മടങ്ങി വരുവിൻ. ഒരു കൂട്ടം മനുഷ്യരുടെ മേൽ അവിശ്വസ്തത വ്യാപരിക്കുന്നത് സ്വർഗം കണ്ടിട്ടും ദൈവത്തിന്റെ വിളിയിൽ സ്നേഹം മാറിയില്ല. അവിശ്വസ്തരായ എന്റെ ജനമേ മടങ്ങി വരിക എന്നല്ലവൻ പറഞ്ഞത്, അവിശ്വസ്തരായ എന്റെ മക്കളെ. കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മുടെ മേൽ ഒരുപാട് അവിശ്വസ്തതകൾ, നന്ദികേടുകളൊക്കെ വെളിപ്പെട്ടപ്പോഴും ഈ പകലിലും ഇതിന് നടുവിൽ ഇറങ്ങി വരുന്ന സ്നേഹം നമ്മെ വിളിക്കുന്നു. നിനക്ക് അവിശ്വസ്തതയുണ്ട്, നന്ദികേടുണ്ട്, പക്ഷേ ഞാൻ ഇപ്പോഴും നിന്നെ വിളിക്കുന്നു, അവിശ്വസ്തയായ എന്റെ മകളെ, അവിശ്വസ്തനായ എന്റെ മകനെ, മടങ്ങി വരിക. ഒരു മടങ്ങിവരവിലൂടെ വ്യാപരിക്കുന്ന പുനരുത്ഥാനത്തിന്റെ പകർച്ച ഇന്ന് പകൽ ഹൃദയം നുറുങ്ങി എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? നാം അനുഭവിക്കുന്ന ദൈവസ്നേഹമാണ് നമുക്ക് പാപബോധം തരുന്നത്. നാം പ്രാപിക്കുന്ന ദൈവസ്നേഹമാണ് പശ്ചാത്താപത്തിലേക്ക് നമ്മെ നടത്തുന്നത്. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് 3 വട്ടം തള്ളിപ്പറയുമ്പോഴും, കവിളിൽ അടിയേറ്റ് കന്നം വീർത്ത് മുഖത്തുകൂടെ പടയാളിയുടെ തുപ്പൽ ഒലിച്ചിറങ്ങുന്ന നേരത്തും വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കി. അടിയേറ്റ് പിടയുമ്പോഴും പരിഹാസത്തിന്റെ അനുഭവത്തിൽ നിൽക്കുമ്പോഴും തകർന്നു പോകുന്ന വാഗ്ദത്തമുള്ളവനെ തിരിഞ്ഞു നോക്കുന്ന യേശുവിന്റെ സ്നേഹത്തിന്റെ കണ്ണുകൾ ഷീമോൻ എന്ന് പറയുന്ന പരാജിതനായ മനുഷ്യൻ ദർശിക്കുമ്പോൾ വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നവൻ പുറത്തിറങ്ങി മനം നൊന്ത് കരഞ്ഞു. ഇന്ന് പകൽ പ്രിയരെ നമ്മുടെ മടങ്ങിവരവിന്റെ നാഴികയാകട്ടെ. കവിളത്തടിയേറ്റ് വീർത്തു നിൽക്കുന്ന യേശുവിന്റെ കണ്ണുകൾ
പുറത്തേക്ക് പരാജയത്തിന്റെ യാത്ര നടത്താൻ ഒരുങ്ങി നിൽക്കുന്ന നമ്മിലേക്ക് തിരിയുന്നത് കണ്ട് അഭിഷിക്തന്മാരിലൂടെ മടങ്ങിവരവിന്റെ ആലോചന പറയുന്ന ദൈവം അവന്റെ കണ്ണുകൾ വീണ്ടും ശീമോനെ നോക്കിയതുപോലെ നമ്മെ നോക്കുകയാണ്. പരാജയത്തിന്റെ ജീവിതത്തിൽ നിന്നും തള്ളിപ്പറച്ചിലിന്റെ അരമനയിൽ നിന്നും പുറത്തിറങ്ങുവാൻ, പരാജയപ്പെട്ട അരമനകളിൽ നിന്ന് പുറത്തിറങ്ങുവാൻ, മനംനൊന്ന് കരയുവാൻ ഇന്ന് പകൽ എത്ര പേർ തയ്യാറുണ്ട്? യേശു തിരിഞ്ഞവനെ നോക്കിയെന്ന് പറയുന്നത് പോലെ ഇന്ന് പകൽ യേശു നമ്മെ നോക്കുന്നു. ദൈവമേ, പരാജയത്തിന്റെ അരമന മുറ്റത്ത് നിന്ന് പുറത്തിറങ്ങുവാൻ, തകർന്നുപോയ പടിപ്പുരവാതിൽ കടന്നു വരാൻ, അങ്ങേ അറിയത്തില്ലെന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ പടയാളികളോട് കൂടെ ഇരുന്ന്, അങ്ങയോട് കൂടെ ഇരിക്കാൻ തെരഞ്ഞെടുപ്പുണ്ടെങ്കിലും പടയാളികളോട് കൂടെ ഇരുന്ന ഈ അരമന മുറ്റം വിട്ട് ഇവിടെ നിന്ന് പുറത്തേക്കിറങ്ങാൻ ഞാൻ തയ്യാറെന്ന് പറഞ്ഞ് പഴയകാല പരാജയ ജീവിതത്തിന്റെ പടിപ്പുരകൾ വിട്ട് പുറത്തിറങ്ങാൻ, മാളികമുറിയിലേക്കൊരു യാത്ര ആരംഭിക്കാൻ ഇന്ന് പകൽ പരിശുദ്ധയാത്മാവ് നമ്മെ വിളിക്കുകയാണ്. 10ഉം 15ഉമുള്ള കൂടിവരവുകളിൽ ഒരു വിടുതൽ പകരാനല്ല അന്ത്യകാലഘട്ടത്തിൽ പരിശുദ്ധയാത്മാവ് ചലിക്കുന്നത്. അനേക രാജ്യങ്ങളുടെ ഗതിവിഗതികളെ മാറ്റിമറിക്കുന്ന അതിശക്തന്മാർ നമ്മിൽ നിന്ന് പുറത്തു വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയത്തിന്റെ കുത്തൊഴുക്കിൽ അഭിഷിക്തന്മാർ തകർന്നു പോകുമ്പോൾ, ഭൗതിക അധികാരത്തിന്റെ കസേരകൾ അഭിഷിക്തന്മാർക്ക് വില പറയുമ്പോൾ, നാണയങ്ങളും രൂപകളും അഭിഷിക്തന്മാരുടെ അഭിഷേകത്തെ ഒതുക്കിക്കളയുമ്പോൾ, ജനത്തെ മടക്കിക്കൊണ്ടുവരേണ്ട ആലോചന പറയേണ്ട ദൈവദാസന്മാരുടെ അധരത്തെ പണം കൊണ്ട് മൂടിവെക്കുമ്പോൾ, യോശിയാവിന്റെ കാലത്ത് ആലയം വൃത്തിയാക്കുവാൻ അകത്തു കയറിയവർ ന്യായപ്രമാണത്തെ മൂടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ രാജാവിന്റെ ഹൃദയം കീറുമാറ് അകത്തിരുന്ന ദൂത് വെളിപ്പെട്ടെന്ന് വായിക്കുന്നത് പോലെ ഇന്ന് പകൽ കാലഘട്ടത്തെ തിരിക്കുന്ന ദൂതിനെ മൂടിവച്ചിരിക്കുന്ന ദ്രവ്യത്തിന്റെ ഭാണ്ഡങ്ങളെ, അതിന്റെ പണക്കിഴികളെ എടുത്തു കളഞ്ഞ് രാജാക്കന്മാരുടെ ഹൃദയം കീറി ദേശത്തിന്റെ നടുവിൽ ഒരു വിടുതൽ വെളിപ്പെടുത്തി. ഇങ്ങനെ ശുശ്രൂഷ ക്രമത്തിലായി എന്ന് വായിക്കുന്നത് പോലെ അധികാരത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരുപറ്റം ജനതയെ ഇന്ന് പകൽ ആത്മാവിനകത്ത് കാണുകയാണ്. യൗവനക്കാരാ, ഇന്ന് പകൽ നിനക്ക് മനസ്സുണ്ടോ? Baba,